ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കുളത്തിൻ്റെ അടുക്കാണ്. അപ്പോൾ കുളത്തിൻ്റെ അവിടെ നടപ്പാത ഉണ്ടായിരുന്നല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. പക്ഷേ നടപ്പാതൻ്റെ അവിടേക്ക് പോകാൻ പറ്റിയില്ല, ചളിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നടപ്പാതൻ്റെ അവിടേക്ക് പോകും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നുള്ളത്. ഇവിടെയൊക്കെ പാലം പണി നടക്കുകയാണ്, അപ്പോൾ കടക്കാൻ പറ്റൂല. വേറെ ചെറിയൊരു പാലുണ്ട്, അപ്പോൾ നമുക്ക് കൂടെ നടക്കാം. അപ്പോൾ നമ്മളാണ്ട് പോവാണ്. പോയിട്ടുള്ള വീഡിയോ കാണാം. ഗായ്സ്, നമുക്കൊരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോകണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ NH 66 പാലം പണി ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ഒരു ചെറിയൊരു ടണൽ ഉണ്ടാക്കി, വണ്ടികൾക്ക് അടിയിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട്. മേലെ കൂടെ വേറെ വണ്ടികൾക്കും പോകാം. അപ്പോൾ അടിയിൽ കൂടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള വണ്ടികൾക്കും വളാഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടണലിൽ കൂടെ ഞാൻ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടണൽ. ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാം, ഇവിടെ നിന്ന് കാണൂല. ഒരു ചെറിയ ടണലാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പാലമണി നടക്കുന്നതുകൊണ്ട് അധികം വണ്ടികളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് കൂടെ നടന്നു പോവാം. അപ്പോൾ നമ്മൾ നേരെ നടന്നു പോന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടെത്തും, തൊട്ടപ്പുറത്തേക്ക്. അപ്പോൾ ഇനി ഇവിടുന്ന് നടക്കാൻ പറ്റുമോ എന്ന്, അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല. പാടത്ത് ചളി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നടപ്പാതേക്ക് നമ്മളെ ലക്ഷ്യം നിറവേറ്റിയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ കൂടെ നടക്കാൻ പറ്റുമോ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ നടന്നിട്ട് അങ്ങനെ പോയേക്കുക, അങ്ങോട്ട് കടക്കാൻ പറ്റുമോയെന്ന്. അന്ന് നമ്മൾ വന്നപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പാടത്ത് കുറച്ച് ചളിയൊക്കെ ആയിരുന്നു, അപ്പോൾ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ വരെ നടന്നെത്തണം. അപ്പോൾ അങ്ങനെ ചളിയൊന്നുമില്ല, മഴ അധികം ഇല്ലല്ലോ, അപ്പോൾ ചളിയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ മേൽപ്പാലത്തിനൂടെ വണ്ടിയൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പുല്ലൊക്കെ മുളപ്പിച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നമ്മൾ എയർപോർട്ടിൻ്റെ സൈഡിലൊക്കെ കാണില്ലേ, അതേപോലെ പുല്ലൊക്കെ മുളപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ അടുത്ത മാസം ലാസ്റ്റൊക്കെ ആയിട്ട് ഇതിന് ഉദ്ഘാടനം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അതിനിടെ ചെറിയ ചെറിയ ഷോട്ടൊക്കെ ഞാൻ എടുക്കും. അപ്പോൾ ആ വീഡിയോ കൂടി ഇതിലുണ്ടാവും. അപ്പോൾ എനിക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞാനിപ്പോൾ ഉള്ളത് ഒരു ടണലിൻ്റെ അടുത്താണ്. ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നൊരു വെള്ളം ഒഴുകുന്ന ടണൽ. നമ്മളെ തോട്ടിൽ നിന്നുള്ള വെള്ളം വന്നിട്ട് നേരെ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. NH 66 അവർ കെട്ടിയൊരു ടണലുണ്ടായിരുന്നു. ആ ടണലിലിട്ട് ഞാൻ ഇപ്പോൾ ഉള്ളത്. ആ ടണലിന്റെ അവസ്ഥ ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. അപ്പം മഴ ഇല്ലാത്തതും മഴ കുറവായതുകൊണ്ട് ടണലിൽ വെള്ളമൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് ആ ടണല്. ആകെ വൃത്തികേടായി കിടക്കുകയാണ്, ചളി നിറഞ്ഞ് ആകെ ചളി വെള്ളമൊക്കെയാണ്. അപ്പോൾ മഴക്കാലത്താണ് ഇതൊന്നുകൂടി കാണാൻ ഭംഗി. മഴക്കാലത്തെ ഒരു വീഡിയോ, ഞാൻ വെള്ളം കൊഴുകുന്ന ഒരു വീഡിയോ ഓൾറെഡി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. കാരണം ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റൂല, ചളിയൊക്കെ ആയതുകൊണ്ട് കാല് ചിലപ്പം ചളിയിൽ താഴ്ന്നു പോവും. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇനി നമ്മളെ നടപ്പാത ചിലപ്പം വലുതാക്കേണ്ടതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടപ്പാത വരുന്നുണ്ടെങ്കിൽ അപ്പൊ നടപ്പാത നമുക്ക് കൂടെ നടന്നിട്ട് ഉള്ളിലുള്ള വെള്ളം ഒഴുകണ സംഭവമൊക്കെ കാണിച്ചു തരണ്ട് ഞങ്ങൾക്ക്. അപ്പോ ഇപ്പൊ സമയം 5:25. 6 മണിയാകുമ്പോഴത്തേന് ഇവിടെ തിരിച്ചു പോകണം. അപ്പൊ നടപ്പാതയ്ക്ക് ഇപ്പോ കടക്കാൻ വേണ്ടിയിട്ട് പാടത്ത് കൂടെ പറ്റൂല, ആണ് കയറാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ സൈഡിലുള്ള വഴി കൂടെ തന്നെ നമുക്ക് നടക്കാം. പാട്ടൊക്കെ പാടി നമുക്ക് നടക്കാം. ഒന്നാമത് ഞായറാഴ്ച കഴിഞ്ഞ് നടപ്പാതെ ആൾക്കാരൊന്നും കാണാനില്ല. റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും ആരും വരാത്തത്. അവിടെ നിന്നൊക്കെ കണ്ടെന്ന വണ്ടി വരുന്നത് നേരെ വട്ടപ്പാറ മുകളിൽ നിന്ന്.
പിന്നെ ഞാൻ പറയുന്ന വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പെട്ടെന്നുള്ള വീഡിയോ എടുക്കുമ്പോൾ ആർക്കായാലും തെറ്റിട്ടൂലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ നടപ്പാതയൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് അങ്ങോട്ട് എത്തണം. ഒരു വഴിയൊക്കെ ഉണ്ടായിരുന്നു. പോയോക്കാം. നമ്മൾ എന്തായാലും നിങ്ങൾ നടപ്പാത കാണിച്ചു തരും. നടപ്പാത കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. 2000 years later. പക്ഷെ നമ്മള് നടപ്പാതന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. പാടത്ത് കൂടെ നടന്നിട്ട് നമ്മൾ നടപ്പാതന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു പാലം കടന്നിട്ട് വേണം എത്തണം എന്നുണ്ടെങ്കിൽ പാടത്ത് കൂടെ എന്തായാലും നമുക്ക് കയറാൻ പറ്റൂല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നടപ്പാത. അന്ന് നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടേ പോവുള്ളൂ ഇവിടുന്ന്. അപ്പോ ഇവിടെ കട്ടൊക്കെ പതിച്ചിട്ട് സൈഡിലൂടെ കുറച്ച് കമ്പിയൊക്കെ പിടിപ്പിച്ചിട്ട് ഉണ്ട്. അത്യാവശ്യം നീളൊക്കെ ഉണ്ട്. അവിടെ ആ അറ്റം മുതൽ അവിടെ ആ അറ്റം വരെ ഉണ്ട്. NH-66 റോഡ്. വണ്ടികളൊക്കെ പോണുണ്ട്. ഒന്നാമത് ഇവിടെ വന്നിരിക്കാൻ നല്ല കാറ്റാട്ടോ. പാടായതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. രാവിലെ പ്രത്യേകിച്ചും മഞ്ഞൊക്കെ ഉണ്ടാവുമ്പോ. കഴിഞ്ഞ വീഡിയോ ഞാൻ രാവിലെ ആയിരുന്നു വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് കടക്കാൻ പറ്റിയില്ലല്ലോ. അവിടൊക്കെ തോടായിരുന്നു. വെള്ളമില്ല. നല്ല രസമായിരുന്നു വെള്ളമൊക്കെ ഉണ്ടാകുമ്പോ. പക്ഷെ അപ്പൊ മഴ കുറവായതുകൊണ്ട് വെള്ളം ഇല്ല. ഇവിടെ ഒരു JCB ഉണ്ട്. പിന്നെ അതേപോലെ വേറെ ഒരു ടണൽ, ചെറിയൊരു ടണലുണ്ട് വെള്ളം ഒഴിക്കാനുള്ള. ഇതിന്റെ ഉദ്ഘാടനമാണ്. NH-66 റോഡിന്റെ ഉദ്ഘാടനമാണ്. അടുത്ത മാസം 30-ാം തീയതി ആയിട്ട് തോന്നുന്നു ഇതിന്റെ ഉദ്ഘാടനം. ഇപ്പൊ വെറുതെ വണ്ടികൾ അങ്ങോട്ട് പോവാന് വേണ്ടിട്ട് വെറുതെ ജസ്റ്റ് അവിടെ മുകളിൽ പോയി ഇന്ന് കാണാൻ നല്ല രസമാണ്. പാലത്തിന്റെ മുകളിൽ പോയിരുന്നിട്ട്. പക്ഷെ നമ്മളെ ഈ അറ്റത്തേക്ക് നടന്നു പോകണം എന്നുണ്ടെങ്കിൽ അറ്റത്തേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നടപ്പാത വലുതാക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ നടപ്പാതയില് ആദ്യം വന്ന പോലെ ഒന്നല്ല. പല ഭാഗത്തും കുഴികളൊക്കെ ഉണ്ട്. ഇതേപോലെ പൊട്ടിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലും പൊട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എവിടെയും പൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അറ്റത്തേക്ക് എത്തിക്കാണ്. ഇതാണ് ഈ ഒരു നടപ്പാതന്റെ അറ്റം. ഇവിടെ മുതലായിരിക്കും കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് വലുതാക്കുക. അവിടൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പൊട്ടിയെന്നുള്ളത് അറിയില്ല. ഇതാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നു നോക്കിയിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ട് വരാൻ പറ്റൂല എന്തായാലും മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു നമ്മളിങ്ങനെ വരാഞ്ഞത്. അങ്ങനെ വന്നത് മറ്റേ ഈ റൂട്ടിൽ കൂടെ വന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വരമ്പത്ത് കൂടെ വേലൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ മുഴുവൻ പുല്ലും കാടൊക്കെ ആയതുകൊണ്ട് ഇഴജന്തുക്കളൊക്കെ കാണും. അതെ ഗായ്സ്, ഒരു ഭംഗിയായിട്ടുള്ളൊരു മരം കിട്ടും അവിടെ. അപ്പൊ നമ്മൾ ആ മരത്തിന്റെ അവിടേക്കൊന്ന് പോയിട്ട് വരാം. ഒന്ന് വീഡിയോ കൊടുത്തൊന്ന് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഈ മരം ഒന്ന് കാണിച്ചു തന്നിട്ട് നമുക്കൊന്ന് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഇറങ്ങണേ. ഇങ്ങനെ വേണം ഇറങ്ങണം എന്നുണ്ടെങ്കിൽ. ജന്തുക്കളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇറങ്ങി
ഇവിടെ നമ്മൾ ചാടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് പോവാണ്. അതെന്തൊക്കെയോ മാവും പിന്നെ വേറെന്തോ ഞാവൽപ്പഴത്തിന്റെ മരാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്നതിൽ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളാണ് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിത് അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. ഇതാണ് നമ്മളെ മരം. നല്ല രസമൊക്കെ ഉണ്ട് ഇരിക്കാന്. നല്ല കാറ്റ് കൊണ്ടിരിക്കാം നമുക്ക്. ഇത് ഞാവൽപ്പഴം പിന്നെ മാവിന്റെ മരക്കാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. കണ്ടില്ലേ മാവിന്റെ മരം. അപ്പോ ഗായ്സ് ഇത്രയുള്ളൂ നമ്മളെ നടപ്പാതന്റെ വീഡിയോ. അപ്പോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ക്ഷമിക്കുക. ഞാൻ ഒന്നുകൂടി പറയാണ്, തെറ്റൊക്കെ ക്ഷമിക്കുക വീഡിയോയില്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ പറ്റണ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മരത്തമ്മ ചാടിക്കട്ടോ. അപ്പോൾ ഗായ്സ് ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.